പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഈ ദിവസത്തിന് നമ്മുടെ ഭാഷയിൽ, അതായത് മലയാള ഭാഷയിൽ പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച. അതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ വിളിക്കുന്നത് ഗുഡ് ഫ്രൈഡേ. നിങ്ങൾ ഇതിലേതാണ് അംഗീകരിക്കുന്നത്? ഇതിലേതാണ് ശരി? ഇത് രണ്ടിലും ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏത് ശരിയാണെന്ന് വെച്ചാൽ അതിനെ വേണം വിളിക്കുവാൻ. ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നാം വിശ്വസിക്കുന്നവനും ഏറ്റുപറയുന്നവനും നാം ആരാധിക്കുന്നവനും നാം വന്ദിക്കുന്നവനും നാം കാത്തിരിക്കുന്നവനുമായ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിനെ മൂന്നാണിമേൽ കാൽവറി മലയിൽ, ആ കാൽവറി എന്ന് പറയുന്നതായ തലയോടിടം എന്ന് പറയുന്നതായ സ്ഥലത്ത് യെരുശലേം വീഥിയുടെ ആ മുൻവശത്ത് സകല മനുഷ്യരും കാണുക പരസ്യമായി തന്നെ ക്രൂശിച്ച് കൊലപ്പെടുത്തിയതായ ദിവസം. അതിനെയാണ് ദുഃഖം എന്ന് നമ്മൾ പേരിടുന്നത്. ഏതൊരു ദിവസത്തെയും ദുഃഖത്തിൻ്റെ പേരോടുകൂടി അറിയപ്പെടണമെങ്കിൽ അറിയപ്പെട്ടതായ സകല ഭൂതലങ്ങൾക്കും അല്ലെങ്കിൽ സകല ഭൂസീമാവാസികൾക്കും ദുഃഖകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമായിരിക്കണം. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മരണം, ക്രൂശീകരണവും ക്രൂശിക്കുവാൻ തന്നെ വിധിച്ചതായ ആ ദുഃഖസൂചകമായ ആ യേശു ക്രിസ്തുവിനോടുള്ള ബഹുമാനാർത്ഥം മനുഷ്യർ അവരവരുടെ ഭാഷയിൽ വിളിച്ച പേരാണ് ദുഃഖ വെള്ളിയാഴ്ച. എന്നാൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് വേറൊരു ഭാഷയിൽ അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നു. ഇതിൽ ഏത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല തിരുവചനം പറയുന്നത്. വ്യക്തമായി തിരുവചനത്തെ നാം പഠിക്കുകയാണെങ്കിൽ, ചരിത്രപരമായി പഠിക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. പക്ഷെങ്കിൽ ദൈവവചനത്തെ അതിനെ വ്യക്തമായി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഗുഡ് ഫ്രൈഡേയും ശരിയാണ്, ദുഃഖ വെള്ളിയാഴ്ചയും ശരിയാണ്. അതെങ്ങനെ ശരിയാകും? പ്രഭാതത്തിൽ ആ വെള്ളിയാഴ്ച ഓരോ ഭവനത്തിലും സകല മനുഷ്യരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ ഈ ദിവസം പ്രത്യക്ഷപ്പെടുന്നത് ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ്. എന്തുകൊണ്ടാണ് അത് ഗുഡ് ഫ്രൈഡേ ആകുന്നതെന്ന് അറിയാമോ? യേശു നമ്മുടെ കൈകളിൽ ഇരിക്കുക. കൊല്ലണോ വേണ്ടായോ എന്ന് നാം ആണ് തീരുമാനിക്കുന്നത്. നാം അതിന് വോട്ട് ചെയ്യണം. അദ്ദേഹം ന്യായവിധിക്കായി കാത്തു നിൽക്കുന്നു. യേശു നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും വന്ന് നാം എന്ത് യേശുവിന് വേണ്ടി വിധിക്കുന്നു എന്ന് കാത്തുകൊണ്ട് യേശു കാത്തോർക്കുകയാണ്. അവനെ സഹായിക്കുവാൻ വലിയൊരു ഭരണാധി കൂട്ടങ്ങളുണ്ട്. പീലാത്തോസും ഹെരോദാവും അങ്ങനെ ന്യായാധിപ സംഘത്തിൽ ഉണ്ടായിരുന്ന പലരും അനേക പ്രമുഖരായിട്ടുള്ളവരൊക്കെ യേശുവിനെ സഹായിക്കുവാനുണ്ട്. യേശുവിനെ ക്രൂശിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പീലാത്തോസ് വളരെയധികം ആഗ്രഹിച്ചു. ഒരു ശരിയായിട്ടുള്ള ഒരു തീരുമാനം എന്നാൽ കൈക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹെരോദാവ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചു. പീലാത്തോസ് അതിദുഃഖിതനായി സകല ന്യായങ്ങളും താൻ ഓരോന്നോരോന്നായി പഠിച്ചു നോക്കി. അതിൻ്റെ എല്ലാം മധ്യത്തിൽ പീലാത്തോസ് ജനങ്ങളോട് പറയുകയാണ്, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ പറയുന്നത് പോലെ ക്രൂശിക്കത്തക്കതായ ഒരു കുറ്റം ഇവൻ ചെയ്തിട്ടില്ല. ഇവനെ ക്രൂശിക്കുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെങ്കിൽ നീചരായ ഒരു കൂട്ടം ജനങ്ങൾ നീചമായ സ്വഭാവം കൊണ്ട് തിരുവചനത്തിൻ്റെ നിവൃത്തി വരുവോളം അവർ ഒന്നായി ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്ന് ആർത്ത് നിലവിളിക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ നിലവിളി ഫലിച്ചു. ആ നിലവിളി ഫലിച്ചപ്പോൾ ഗുഡ് ഫ്രൈഡേ സാഡ് ഫ്രൈഡേ ആയിട്ട് മാറി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെയാണ് അത് സാഡ് ഫ്രൈഡേ ആയിട്ട് മാറിയത്? അവർ ആവശ്യപ്പെട്ട ഒരു വ്യക്തിയെ അവർക്ക് വിട്ടുകൊടുത്തു. 25-ാം വാക്യത്തിൽ വായിക്കുന്നു, കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ഒന്ന്, അവരുടെ ആഗ്രഹത്തിന് അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുത്തു. ഒരാളെ, തടവിൽ ആയിരുന്നതായ ഒരു മനുഷ്യനെ
ദേശത്തിലും സമൂഹത്തിലും ആ തെരുവീതികളിലും ഉത്സവ സ്ഥലങ്ങളിലും ഒരു മനുഷ്യർക്ക് പോലും സ്വസ്ഥതയോടുകൂടെ ജീവിക്കുവാൻ കഴിവില്ലാതെ കലഹവും കൊലപാതകവും സ്വഭാവമാക്കിക്കൊണ്ടിരുന്നതായ ഒരു കൂട്ടം മനുഷ്യരുടെ തലവനായ ബറബ്ബാസ്, അവരെ അവർക്ക് ആവശ്യമായിരുന്നു. അവരെ അവർക്ക് രക്ഷിക്കണം. അവർക്ക് കലഹത്തിൽ നിന്നും ആ കൊലപാതക സ്വഭാവത്തിൽ നിന്നും പിന്മാറുവാൻ അവർക്ക് താല്പര്യമുണ്ടായില്ല. എന്നാൽ യേശു അവരുടെ സ്വന്തത്തിലേക്ക് വന്നു, അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് വന്നു. അവർ അവനെ കൈക്കൊള്ളാതെ അവനെ തിരസ്കരിച്ചു. അങ്ങനെ അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കത്തക്കവണ്ണമുള്ളതായ ഒരു നിലവിളി വലിക്കുകയുണ്ടായി. രാവിലെ ഗുഡ് ഫ്രൈഡേ ആരംഭിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും ആ ഗുഡ് ഫ്രൈഡേ സാഡ് ഫ്രൈഡേ ആയിട്ട് മാറി. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ പക്കൽ ഈ പ്രഭാതത്തിൽ ഒരു ഗുഡ് ഫ്രൈഡേ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് യേശു നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, നിന്റെ തലമുറകളുടെ മുൻപിൽ, നിന്റെ ദേശക്കാരുടെ മുൻപിൽ, നിന്റെ വംശത്തിന്റെ മുൻപിൽ, നിന്റെ സ്വജാതിക്കാരുടെ മുൻപിൽ, നിന്റെ സഹോദരങ്ങളുടെ മുൻപിൽ അവൻ എഴുന്നള്ളി വരികയാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവൻ സ്വന്തമായവരിലേക്ക് കാണുവാൻ ആഗ്രഹിച്ചു. അവന്റെ സ്വന്തം സഹോദരന്മാരെ കാണുവാൻ ആഗ്രഹിച്ചു. നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ ആരാധിക്കുന്നവനായിരിക്കാം, യേശുവിനെ തള്ളിപ്പറയാത്തവനായിരിക്കാം, കാര്യമൊക്കെ ശരിയാണ്. എങ്കിലും കർത്താവ് ഇന്നൊരു ചോദ്യം ഓരോ വ്യക്തികളോടും, തന്നെ സ്നേഹിക്കുന്നവരോടും സ്നേഹിക്കാത്തവരോടും ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ എന്നെ വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതോ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവരുടെ നിലവിളി ഫലിച്ചു. ക്രൂരമായ ഒരു കൊലപാതകത്തിന് വേണ്ടി, ഒരു ക്രൂശീകരണത്തിന് വേണ്ടി അരിമനാഥനെ ക്രൂശിക്കുവാൻ ഉള്ളതായ ആ ദുഷ്ട സ്വഭാവം അവരിൽ തിങ്ങി നിറഞ്ഞപ്പോൾ അവർ കൊലയും കലഹവും കൊണ്ടാടി നടക്കുന്നതായ മനുഷ്യരെ സ്വാഗതം ചെയ്തു. എന്നാൽ അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം, നിങ്ങളിൽ നിന്ന് കലഹ സ്വഭാവം മാറ്റാം, ദുർചിന്തയും മറ്റുള്ളതായ കൊലപാതക സ്വഭാവങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് മാറ്റി പോകുവാൻ, നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ഒരു സമാധാനം നിറഞ്ഞ ജീവിതം, ഐശ്വര്യമുള്ള ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ ഞാനിതാ കടന്നു വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ അരിമനാഥനെ അവർ തള്ളിക്കളഞ്ഞു. യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ഗുഡ് ഫ്രൈഡേ സാഡ് ഫ്രൈഡേ ആയി, ദുഃഖ വെള്ളിയാഴ്ചയായി. അതാണ് ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത്. ദുഃഖ വെള്ളിയാഴ്ചയും ശരിയാണ്, ഗുഡ് ഫ്രൈഡേയും ശരിയാണ്. നിന്റെ ജീവിതത്തിൽ ഗുഡ് ഫ്രൈഡേ ആരംഭിക്കുമ്പോൾ അത് പ്രദോഷം വരെയും രാത്രി വരെയും നിനക്ക് ആ ഗുഡ് ഫ്രൈഡേയെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് സാധിക്കുമെങ്കിൽ, യേശുവിനെ ഒരു ദൈവമായിട്ട് ദൈവപുത്രനായി നിനക്ക് അംഗീകരിക്കുവാൻ കഴിയുമെങ്കിൽ, അതാണ് യേശുവിനെ കുറിച്ചുള്ളതായ ഏറ്റവും വലിയ ക്രൂശീകരണത്തിന് അവർ കുറ്റമായി കണ്ടത്. ഞാൻ ഉന്നതന്റെ പിതാവിൻ്റെ പുത്രൻ, എന്നെ എൻ്റെ പിതാവ് അയച്ചിരിക്കുന്നു എന്നൊക്കെ, ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പരീശന്മാർക്കും അല്പമായി വേദവചനം അറിയാവുന്നവർക്കുമൊക്കെ അല്പജ്ഞാനികൾക്കെല്ലാം വലിയൊരു മനപ്രയാസമുണ്ടായി. അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്നവർ ആർത്ത് വിളിച്ചു. എന്നാൽ ജ്ഞാനമുള്ളവരും വിവേകികളും അനേകർ മൗനമായിരുന്നു. ഭരണാധികാരികൾക്ക് മനസ്സിലായി ഇവൻ ഇസ്രായേലിന്റെ രാജാവാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി, അവർക്ക് വെളിപ്പെട്ടു. അവർ അവനെ രക്ഷിക്കുവാൻ നോക്കി. എന്നാൽ അവരുടെ പ്രയത്നം ഫലിച്ചില്ല. സാധാരണക്കാരന്റെ നീചന്മാരുടെ വാക്കുകളും ആർത്തുവിളിയും അവിടെ ഫലിച്ചു. 23-ാം വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിന്റെ അവസാനം നിങ്ങൾ നോക്കുക. അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ നിലവിളി ഫലിച്ചു. നിന്റെ നിലവിളി എന്തിനു വേണ്ടി? യേശുവിനെ അംഗീകരിക്കുവാനോ അതോ യേശുവിനെ തിരസ്കരിക്കുവാനോ? നിന്റെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ഗുഡ് ഫ്രൈഡേ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു നല്ല രീതിയിൽ നിന്നെ സ്വാഗതം ചെയ്തിരിക്കുന്നു, നിന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. നിനക്ക് സമാധാനം എന്ന് പറയുന്നു, നിനക്ക് സന്തോഷം എന്ന് പറയുന്നു, നിനക്ക് വിടുതൽ എന്ന് പറയുന്നു. എന്നാൽ നിനക്ക് സമാധാനം തരികയും
നിന്നെ വിടുതലാക്കുകയും നിന്നെ സൗഖ്യമാക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നീ ദൈവത്തെ പോലെ അവനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരു ഹൃദയം അവൻ നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുമ്പോൾ, സ്വർഗരാജ്യം നിത്യജീവൻ നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുമ്പോൾ, എനിക്കത് വേണ്ട, കലഹവും കൊലപാതകവുമാണ് എനിക്ക് ആവശ്യമെന്ന് നീ പറഞ്ഞ് അവനെ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ, ഇന്ന് സായങ്കാലം നിന്റെ ഗുഡ് ഫ്രൈഡേ സാഡ് ഫ്രൈഡേ ആയിട്ട് മാറും, ദുഃഖവെള്ളിയാഴ്ചയായിട്ട് മാറും. ഏതാണ് നീ അംഗീകരിക്കുന്നത്? ജീവിതത്തിൽ നമ്മളുടെ ഭവനത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ സമ്മതിക്കുന്നതായ, അവൻ്റെ മരണത്തെ സമ്മതിക്കുന്നതായ ഗുഡ് ഫ്രൈഡേയും അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ആരാണ് അവസാനിപ്പിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്നത്? നാം തന്നെയാണ്. നമ്മുടെ ദിവസത്തെ നമ്മൾ നല്ലതായി ആരംഭിക്കുന്നു. കർത്താവ് നമ്മെ അഭിസംബോധന ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ, ഈ ഗുഡ് ഫ്രൈഡേയുടെ ദിവസത്തിൽ, പ്രഭാതത്തിൽ ഓരോ വ്യക്തികളുടെയും കാതുകളിൽ ഒന്ന് മുഴങ്ങും, ടുഡേ ഈസ് ഗുഡ് ഫ്രൈഡേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. നിനക്ക് ഗുഡ് ഫ്രൈഡേ സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി വിഷ് ചെയ്യുകയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഗുഡ് ഫ്രൈഡേ ടു യു. എന്നാൽ ഈ ഗുഡ് ഫ്രൈഡേ നീ ചില മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ഉള്ളിൽ തന്നെ അത് ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ, ആ ഉത്തരവാദിത്വം നമുക്ക് തന്നുകൊണ്ട് അനേകർ കർത്താവിന് ഒരു വലിയ ജനസമൂഹവും അനേകം സ്ത്രീകളും യേശുവിന്റെ പിന്നാലെ കരഞ്ഞും കൊണ്ട് അവനെ അനുഗമിച്ചപ്പോൾ അവനൊരു വാക്ക് കൽപ്പിക്കുകയുണ്ടായി. ജെറൂസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ചേർത്തുകൊണ്ട് വിധിച്ചതാണ്, നിങ്ങളെല്ലാവരും ചേർത്തുകൊണ്ട് ആർത്ത് വിളിച്ചതാണ്. അവനെ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചതാണ്. ഇനി ഒന്ന് ചെയ്യണം, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് സംസാരിക്കുവാൻ അവസരമുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി നിൽക്കുവാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ പിതാവ് നിശ്ചയിച്ചതായ കാര്യം പൂർണ്ണമായി നടക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ കലഹത്തിനും കൊലപാതകത്തിനും വ്യാമോഹികളാക്കി മാറ്റി. എങ്കിലും കർത്താവ് ഇപ്പോഴെന്താണ് പറയുന്നത്? ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾക്കിനിയും രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴിയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുകയും. പ്രൈസ് ദി ലോർഡ്. നമുക്കും നമ്മുടെ തലമുറകൾക്കും ഈ ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ചകളായി മാറിയിരിക്കുകയാണ്. ദേശത്ത് കൊലപാതകവും കലഹവും അതിൻ്റെ ആത്മാവ് വർദ്ധിച്ചു വരികയാണ്. യേശുവിനെ ക്രൂശിച്ചതായ ആത്മാവ്, യേശുവിനെ വിധിച്ചതായ ആത്മാവ് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതായ ഈ കാലയളവിൽ ദൈവജനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വലിയ ആരവം, ഒരു കണ്ണുനീരിൻ്റെ വഴി, ഒരു ശബ്ദം ദൈവം പ്രതീക്ഷിക്കുന്നു, സ്വർഗം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരവി. ആ നിലവിളി ഉയരുമ്പോൾ കാരണം എന്തെന്നറിയാമോ? നാശം വരുന്നു. യെരുശലേമിന് നേരെ വരുന്നതായ നാശത്തെ ഓർത്ത് മുറയിടുവീൻ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഗുഡ് ഫ്രൈഡേ ആയിട്ട് നിന്റെ മുൻപിൽ വന്നിരിക്കുന്നതായ നിന്നെ അഭിസംബോധന ചെയ്യുന്ന, വിഷ് ചെയ്യുന്നതായ, അഭിനന്ദിക്കുന്നതായ, സ്നേഹിക്കുന്നതായ, ആദരിക്കുന്നതായ, വലിയവനാക്കുന്ന, സൗഖ്യമാക്കുന്ന, സമാധാനം തരുന്ന, ഐശ്വര്യം തരുന്ന, പ്രകാശഭരിതമാക്കുന്ന, അല്ലെങ്കിൽ സന്തോഷമുള്ളതാക്കുന്നതായ, എല്ലാവരെയും സ്നേഹിക്കുന്നതായ, എല്ലാവരെയും കരുതുന്നതായ ഒരാത്മാവ്, ഒരു ഫ്രൈഡേ നിന്റെ ജീവിതത്തിൽ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നിനക്കത് വേണമോ? അതോ കലഹവും കൊലപാതകവും വേണമോ? ഏതാണ് നിനക്ക് ആവശ്യം? ഇന്ന് രാവിലെ നിന്റെ ഭവനത്തിൽ ഇതാ യേശു കടന്നു വന്നിരിക്കുകയാണ്. പറയുന്നത് എന്താണെന്നറിയോ? വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓഫ് ഗുഡ് ഫ്രൈഡേ ടു യു. പക്ഷെങ്കിൽ സന്ധ്യയാകുമ്പോഴേക്കും നീ അതിനെ നിലവിളിയുടെ ആരവത്തോടു കൂടി അതിനെ സാഡ് ഫ്രൈഡേ ആക്കിക്കൂടാ, അതിനെ ദുഃഖ വെള്ളിയാഴ്ചയാക്കരുത്. ഈ വെള്ളിയാഴ്ച നിന്റെ ജീവിതത്തിൽ അത് ഗുഡ് ഫ്രൈഡേ ആയിട്ട് തന്നെ നിൽക്കട്ടെ. ദൈവം അതിന് നിനക്ക് ബലം തരട്ടെ. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സ്വന്തമായവർ അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
ഈ ദിവസം നിനക്ക് അധികാരം തരുന്ന ദിവസമാണ്. ദൈവമക്കളാകുവാൻ അധികാരം. ഈ ഗുഡ് ഫ്രൈഡേ നിന്റെ ജീവിതത്തിൽ ഗുഡ് ഫ്രൈഡേ ആയിട്ട് തന്നെ നിൽക്കുവാൻ ഉള്ളതായ ഒരു ആരവം, ഒരു നിലവിളി, ഒരു ശബ്ദം, ഒരു സന്തോഷം, ഒരു ആകാംക്ഷ, ഒരാഗ്രഹം നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ നിത്യ സന്തോഷത്താൽ നിന്നെ നിറയ്ക്കുവാൻ, ആ അധികാരം നിനക്ക് തരുവാൻ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുകൊണ്ട് ഇതാ നമ്മോട് പറയുന്നു, എന്നെ ഓർത്ത് കരയേണ്ട, കർത്താവിനെ ഓർത്ത് കരയേണ്ട. നാം നമ്മെ ഓർത്ത് കരയുമ്പോൾ നാം ദൈവമക്കളായിത്തീരുന്നു. നമ്മുടെ തലമുറകൾ ദൈവമക്കളായിത്തീരുന്നു. ഗോഡ് ബ്ലെസ് യു.